പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥനെ പ്രതികൾ 8 മാസം പീഡിപ്പിച്ചെന്ന് കണ്ടെത്തൽ. എല്ലാ ദിവസവും കോളേജ് യൂണിയൻ പ്രസിഡന്റിന്റെ മുറിയിൽ ഹാജരാകണം എന്നതായിരുന്നു ശിക്ഷ. 8 മാസം ഈ രീതി തുടർന്നതായി സഹപാഠി മൊഴി നൽകിയെന്നും ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ അന്തിമ റിപ്പോർട്ടിൽ പറയുന്നു. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സുർജിത്ത്, എന്താണ് ഈ ആന്റി റാഗിംഗ് റിപ്പോർട്ട് സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്? എന്താണ് ആ സഹപാഠിയുടെ പ്രധാനപ്പെട്ട മൊഴി? വേണു, 166 വിദ്യാർത്ഥികളിൽ നിന്നാണ് ഈ ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് മൊഴി രേഖപ്പെടുത്തിയത്. ഇതിൽ ഒരു വിദ്യാർത്ഥി നൽകിയ മൊഴിയാണ്, ആ മൊഴിയുടെ വിശദാംശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സിദ്ധാർത്ഥനെ 8 മാസത്തോളമായി ഇത്തരത്തിൽ റാഗിങ്ങിന് വിധേയമാക്കിയിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള നിർണായകമായ മൊഴിയാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് അന്തിമ റിപ്പോർട്ടിൽ, അതായത് ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് തയ്യാറാക്കിയ അന്തിമ റിപ്പോർട്ടിൽ ഇക്കാര്യം കൃത്യമായ രീതിയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ക്യാമ്പസിൽ, അതായത് പൂക്കോട് ക്യാമ്പസിലെ ഹോസ്റ്റലിലേക്ക് സിദ്ധാർത്ഥൻ താമസം മാറ്റിയത് മുതൽ തന്നെ ഈ റാഗിംഗ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. ഇതിൽ SFI നേതാക്കളുടെ മുറിയിൽ വെച്ചുകൊണ്ട് ക്രൂരമായ രീതിയിൽ റാഗ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, നഗ്നനാക്കി റാഗ് ചെയ്തെന്നുൾപ്പെടെയുള്ള ആരോപണങ്ങളുണ്ട്. ജന്മദിനത്തിൽ ഇദ്ദേഹത്തെ തൂണിൽ കെട്ടിയിട്ടു എന്നുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. അതായത് ഇത് മരിക്കുന്നതിന് മുമ്പുണ്ടായ ആക്രമണം അത് ഒറ്റപ്പെട്ട സംഭവമല്ല, നേരത്തെയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നതാണ് ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്. സിദ്ധാർത്ഥൻ താമസിച്ചിരുന്ന ഹോസ്റ്റലിലെ പാചകക്കാരൻ ഈ മർദ്ദനങ്ങൾക്ക് ശേഷം അദ്ദേഹം അവിടെ നിന്ന് രാജിവെച്ച് പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ സുരക്ഷാ ജീവനക്കാരനായ ജീവനക്കാരെന്ന് മൊഴി രേഖപ്പെടുത്തിയപ്പോൾ ചിലർ മൊഴി നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ള വിവരം കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് നിയമോപദേശം നേടിയ ശേഷം ഇത് VCക്ക് സമർപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ആൻറ്റി റാഗിംഗ് സമിതി നടത്തുന്നത്. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.